ദൈവ തിരുനാമത്തിന് സ്തോത്രം. മദ്രാസിൻ്റെ കൺവെൻഷൻ 27ാം വർഷം സന്ധ്യായോഗത്തിൻ്റെ സമാപനം. ഈ ദിവസം ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട സഫർഗൻ മെത്രാപ്പോലിത്ത ബർന്നബാസ് തിരുമേനി അവർകളെ, പ്രിയപ്പെട്ട വികാർ ജനറൽ അച്ഛൻ, സ്നേഹമുള്ള ഭദ്രാസന സെക്രട്ടറി, മറ്റ് പ്രിയ വൈദികരെ, ആത്മായ പ്രതിനിധികളെ, മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചു വരുന്ന ഗായക സംഘാംഗങ്ങളെ, മിഷൻ കേന്ദ്രത്തിൽ നിന്ന് മനോഹരമായ 2 ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഏറ്റവും പ്രിയങ്കരായ അച്ഛന്മാരെ, സുവിശേഷകന്മാരെ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും മഹത്വത്തിൻ്റെ പ്രത്യാശയും വീണ്ടുവരുന്നവരുമായ കർത്താവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. 1995 30 വർഷം മുമ്പ് സെമിനാരി വിദ്യാഭ്യാസത്തിലായിരുന്നപ്പോൾ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ, ഞാനും ഉൾപ്പെടെ, നാഗ്പൂരിൽ ഒരു കോൺഫറൻസിൽ സംബന്ധിക്കാൻ ചെന്നു. പോകുന്ന വഴിക്ക് ഒരു ദിവസം കൃഷ്ണാനദിയെ മുറിച്ചുകൊണ്ട് വിമാനം കടന്ന് ആകാശത്തിലേക്ക് പോകുന്ന വേഗത്തിൽ ട്രെയിനിൽ ഇരിക്കുന്ന ഞങ്ങൾ ട്രെയിനിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുറേ കുട്ടികൾ മണൽത്തിട്ടകളിൽ ആറ്റിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ഒരു മനുഷ്യൻ്റെ മൃതശരീരം ശവശരീരമായി അടിഞ്ഞ് കിടക്കുന്നതും ഞാൻ കണ്ടു. ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നൊന്തു. അപ്പോൾ ട്രെയിനിൽ ഇരുന്ന് എഴുതി ഈണം പകർന്ന ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാടി വചന ശുശ്രൂഷയിലേക്ക് കിടക്കട്ടെ. സീ സ്കൈ. നിന്നിൽ നിന്നും നിത്യം കുടിച്ചിടുവാ എൻ മനം കേഴുന്നു നാഥാ. നിന്നിൽ നിന്നും നിത്യം കുടിച്ചിടുവാ എൻ മനം കേഴുന്നു നാഥാ. നിന്നാത്മദാനമാമുറവയിൽ നിന്നെന്നും ഉല്ലാസദാനങ്ങളാസ്വദിക്കാൻ. നിന്നാത്മദാനമാമുറവയിൽ നിന്നെന്നും ഉല്ലാസദാനങ്ങളാസ്വദിക്കാൻ. നിൻ കണ്ണാൽ സൃഷ്ടിയെ കണ്ടിടുവാൻ നിന്നിൽ നിന്നും നിത്യം കുടിച്ചിടുവാ എൻ മനം കേഴുന്നു നാഥാ. നീ മാത്രം ജീവൻ്റെ ഉറവിടമാകയ നിന്നോടു ചേർന്നെന്നും വാഴാൻ. നീ മാത്രം ജീവൻ്റെ ഉറവിടമാകയ നിന്നോടു ചേർന്നെന്നും വാഴാൻ. നീ തന്നെ ജീവൻ്റെ ജീവനും മാർഗവും സ്രഷ്ടാവും പാലകനും ആകയാ. നീ തന്നെ ജീവൻ്റെ ജീവനും മാർഗവും സ്രഷ്ടാവും പാലകനും ആകയാ. നിന്നിൽ നിന്നും നിത്യം കുടിച്ചിടുവാ എൻ മനം കേഴുന്നു നാഥാ. നിന്നിൽ നിന്നും നിത്യം കുടിച്ചിടുവാ എൻ മനം കേഴുന്നു നാഥാ. Some people are always grumbling because roses have thorns, but I am thankful that thorns have roses. അൽഫോൺസ് കാർ വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്താവിച്ച ചെറുവാചകമാണിത്. റോസയിൽ
മുള്ളുണ്ടെന്നത് ചിലർക്ക് എപ്പോഴും പെറുപെറുക്കാനുള്ളതാണ്. എന്നാൽ മുള്ളിനിടയിലും റോസാപ്പൂ ഉണ്ടെന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. മുള്ളു നിറഞ്ഞ കനൽ വഴികളിലൂടെ സഞ്ചരിച്ചു പോയപ്പോൾ ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി റോസാ പുഷ്പം കണക്ക് അവർക്ക് നടുവിലേക്ക് ഇറങ്ങി വരികയും കർത്താവ് തന്നെ അവരിലുള്ള ഒരു മനുഷ്യനെ ബലഹീനനായിരിക്കെ ബലം നൽകി എഴുന്നേൽപ്പിച്ച് ജനത്തിൻ്റെ സമുദ്ധാരണകനായി പ്രവർത്തിക്കാൻ പ്രയോജനകരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഇന്ന് വായിച്ചു കേട്ട ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 6, 7, 8 എന്നീ 3 അധ്യായങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം ചർച്ച ചെയ്യുന്നത് ഈ ഗിദെയോൻ്റെ ധന്യമായ ജീവിതത്തെക്കുറിച്ചാണ്. 40 ദീർഘവർഷം ഇസ്രായേൽ ജനങ്ങൾക്ക് സ്വൈര ജീവിതമുണ്ടായി. അതോടെ ദൈവമില്ലെങ്കിലും സുഖമായി ജീവിച്ച് സുഖലോലുപരായി സന്തോഷിക്കാം എന്ന് അവർ വ്യാമോഹിച്ചു. അവരെ പീഡനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കനൽ വഴികളിലൂടെ തന്നെ അതുകൊണ്ട് ദൈവം കർത്താവ് സഞ്ചരിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആ വഴിയിൽ നിന്നും അവരെ തിരുത്താൻ അവർ നിശ്ചയിച്ചു. ആ കർത്താവ് അവർക്ക് നടുവിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് 7 വർഷം അവരെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി ശത്രു രാജ്യത്ത് പാർക്കുന്ന മിദ്യാന്യരെ സംഘമായി കൂട്ടിവരുത്തി. ഇസ്രായേൽ ജനങ്ങൾ കഠിന വേല ചെയ്ത് വയലുകൾ നിറയെ വിളവുകൾ അവർ കൊയ്ത് എടുക്കുന്നതിന് പാകമാകുമ്പോൾ ശത്രുക്കൾ അവർ കൂടോടെ എത്തിച്ചേരും. കുടുംബസമേതം അവിടെ തമ്പടിക്കും. അവർ വരുന്നത് ആടുമാടുകളും കൂടാര സാമഗ്രികളും കൊണ്ടായിരിക്കും. ഇസ്രായേൽ ജനം ഭയന്ന് വിറച്ച് വിശപ്പ് കൊണ്ട് വലഞ്ഞ് മലകളിൽ ചെന്ന് ഒളിച്ചു പാർക്കും. എല്ലാ വർഷവും ഇത് ആവർത്തിച്ച് 7 വർഷത്തോളം എത്തിച്ചേർന്നിട്ടും അവരുടെ സങ്കടത്തിന് ഒരു പൊറുതിയും അറുതിയും ഉണ്ടായില്ല. ഈ സാഹചര്യം ആവർത്തിച്ചതിന് കാരണമെന്തെന്നും അവർ പരിശോധിച്ചില്ല. ഒടുവിൽ കഠിനമായ വിശപ്പ് കൊണ്ട് അവർ പൊറുതി മുട്ടിയപ്പോൾ ദൈവത്തോട് അവർ നിലവിളിക്കുവാൻ തുടങ്ങി. അവരുടെ നിലവിളി കേട്ട് കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ് പതിവ് തെറ്റിക്കാതെ കർത്താവ് അവർക്ക് നടുവിലേക്ക് ഇറങ്ങി വന്നു. അവരുടെ നടുവിൽ പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രവാചകനെ കർത്താവ് നിയോഗിച്ചയച്ചു. അവർക്ക് എന്തുകൊണ്ടാണിത് ഭവിക്കുന്നത് എന്ന് കർത്താവ് പ്രവാചകനിലൂടെ അവരെ പ്രഘോഷിച്ച് കേൾപ്പിച്ചു. പ്രവാചകൻ്റെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രഹരമുണ്ടാക്കി. കഠിനമായ ദൈവസ്നേഹത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് പാപ വഴികളിലേക്ക് തിരിഞ്ഞു പോയതാണ് ജീവിതത്തെ ദൈവം തിരുത്തുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള പീഡാനുഭവങ്ങളിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന വിവരം അവരുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ സങ്കടം അനുതാപത്തിലേക്ക് തിരിഞ്ഞു. ആ സാഹചര്യത്തിലാണ് പരിശുദ്ധനായ കർത്താവ് നേരിട്ട് ഗിദെയോനെ വിളിക്കാൻ അവൻ്റെ കൂടാരത്തിനരികിലേക്ക് എത്തിച്ചേർന്നത്. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്ത്രനായ യോവാശിൻ്റെ കരുവേലകത്തിന് കീഴിൽ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കുന്നതിനു വേണ്ടി മുന്തിരി ചക്കിൻ്റെ മറവിൽ വന്ന് മെതിക്കുകയായിരുന്നു. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ 67 പ്രാവശ്യം യഹോവയുടെ ദൂതൻ എന്ന് പഴയ നിയമത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. യഹോവയുടെ ദൂതൻ എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്ന മലയാള പ്രയോഗം ശരിയായി പറഞ്ഞാൽ എബ്രായ ബൈബിളിൽ നിന്നും എഴുതേണ്ടിയിരുന്നത് യഹോവയായ ദൂതൻ അഥവാ ദൂതനായി വന്ന യഹോവ എന്നാണ്. യഹോവയായ ദൂതൻ അഥവാ ദൂതനായി വന്ന യഹോവ ഇങ്ങനെ ഗിദെയോൻ്റെ പിന്നാലെ കടന്നു വന്നു. ഗിദെയോൻ്റെ അരികിലേക്ക് വന്ന് യഹോവയായ ദൂതൻ വന്ന് പറഞ്ഞതുകൊണ്ടാണ് എവിടെയൊക്കെ യഹോവയായ ദൂതൻ അഥവാ ദൂതൻ എന്ന യഹോവ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അതിനെ തുടർന്ന സംഭവത്തിനുള്ളിൽ തന്നെ ദൈവം നേരിട്ട് സംസാരിച്ചതായി രേഖപ്പെടുത്തി വേദപുസ്തകത്തിൽ കാണുന്നത്. യഹോവ തന്നെ നേരിട്ട് ഗിദെയോനെ തേടി വന്നു. യഹോവ ദൂതൻ്റെ രൂപത്തിൽ അവൻ്റെ സമീപത്ത് വന്നു. യഹോവയായ ദൂതൻ അബിയേസ്ത്രനായ യോവാശിൻ്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു.
യോവാശിൻ്റെ കരുവേലകത്തിന് കീഴിൽ വന്നിരിക്കാൻ കാരണം വല്ലതുമുണ്ടായിരുന്നോ? അടുത്തുള്ള ഡേറ്റ്സ് മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് മറിഞ്ഞിരിക്കാൻ സൗകര്യമുണ്ടായിട്ടും അവിടെ പോയിരിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു? സാധാരണ യഹൂദ പെൺകുട്ടികൾ ഒരു കുടുംബത്തിൽ സന്താനമായി ജനിക്കുമ്പോൾ ആ പിതാക്കന്മാർ ആ പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായി അവരുടെ വീട്ടുപടിക്കൽ ഒരു മരം നടാറുണ്ടായിരുന്നു. അതായിരുന്നു ദേവദാരു. സാധാരണ കുടുംബങ്ങളിൽ ഒരു പുരുഷൻ ജനിക്കുകയാണ് എങ്കിൽ അവൻ കടിഞ്ഞൂലായി ജനിച്ചവനാണ്. എന്നാൽ ആ പിതാവ് ഒരു പൈൻ മരം നട്ട് വളർത്താറുണ്ടായിരുന്നു വീട്ടിൻ്റെ പറമ്പിൽ. എന്നാൽ ഏകദൈവ വിശ്വാസിയായ ഒരു പിതാവിന് ഒരു മകൻ ജനിക്കുകയും അവൻ ആ പ്രദേശത്തിലെ സാമാന്യം മെച്ചപ്പെട്ട ധനാഢ്യനായിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തഴച്ച് വളരാറുള്ള കരുവേലകം എന്ന വൃക്ഷത്തിൻ്റെ ഒരു തൈ വില കൊടുത്തു വാങ്ങി തൻ്റെ വീട്ടുപടിക്കൽ കൊണ്ട് സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി നട്ട് വളർത്തുന്നത് പതിവായിരുന്നു. തൽമൂദ് എന്ന യഹൂദന്മാരുടെ പാരമ്പര്യം വിശദീകരിച്ചിട്ടുള്ള പുസ്തകം ഇന്നും കിട്ടും. അതിനകത്ത് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് താനും. അങ്ങനെ കരുവേലകം കറുത്ത തടിയുള്ള ബലിഷ്ഠമായ ഈ തടിയിൽ ഏതാണ്ട് 35 വർഷത്തോളം ശക്തമായി കുതിച്ചു വളരും. അതിനുശേഷം അത് വശങ്ങളിലേക്കാവും വളരുക. ഈ കറുത്ത തടിയുടെ പിന്നിൽ ഒരാൾ ഒളിച്ചിരുന്നാൽ ആരും അറിയാൻ നിവൃത്തിയുണ്ടാകില്ല. ഇത്തരത്തിലുള്ള കരുവേലകം ഈ ദൈവസന്നിധിയിൽ കർത്താവ് വന്നിരിക്കാൻ ഉപയോഗിക്കുന്നതിന് കാരണമെന്തെന്ന് പരിശോധിക്കാൻ കഴിഞ്ഞ വർഷം കർത്താവിൽ നിദ്ര കൊണ്ട പ്രിയപ്പെട്ട പോപ്പ് ഫ്രാൻസിസ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ മരണക്രിയകൾ എങ്ങനെയൊക്കെ നിർവഹിക്കണം എന്ന് എഴുതി വച്ചിരുന്നൊരു ചെറു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. എൻ്റെ ശവശരീരം നിങ്ങൾ കോഫിനിൽ അടക്കുമ്പോൾ ആ ശവപ്പെട്ടി നിർമ്മിക്കുന്നത് പറഞ്ഞിരിക്കുന്ന കരുവേലകത്തിൻ്റെ തടി കൊണ്ടായിരിക്കണം എന്ന്. അദ്ദേഹം വെറുതെ ഒന്നും അറിയാതെ പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. കരുവേലകം ഇതിനെ നാം വേദപുസ്തകത്തിൽ എബ്രായ ബൈബിൾ പരിശോധിക്കുമ്പോൾ അലോൺ എന്നാണ് നാം വായിക്കുന്നത്. ഈ അലോൺ എന്ന മരത്തിന് ഓക്ക് എന്നാണ് ഇംഗ്ലീഷ്. ഓക്ക് എന്ന മലയാളത്തിലെ കരുവേലകം എബ്രായ വേദപുസ്തകത്തിൽ ആലോൺ എന്നാണ് വായിക്കുക. അൽ എന്ന് പറഞ്ഞാൽ ഏകൻ. ഏകദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഭക്തരായ മനുഷ്യർ തനിക്ക് പിറക്കുന്ന കടിഞ്ഞൂൻ സന്താനം പുത്രനെങ്കിൽ അതിന് ഓർമ്മയ്ക്കായി വീട്ടിൻ്റെ മുന്നിൽ ഒരു കരുവേലകം നട്ട് വളർത്താറുണ്ടായിരുന്നു. അവൻ ദേശത്തിലെ സമ്പന്നനും വിശ്വാസത്തിൽ യഹോവ ഭക്തനും എന്ന് ഒരു ജ്ഞാപകമായി വീട്ടുമുറ്റത്ത് നട്ട് വളർത്തിപ്പെട്ടിരുന്ന ഈ മരം ദൂരദേശത്ത് നിന്ന് വഴിപോക്കരായി പോകുന്ന യഹൂദന്മാർക്ക് പോലും ഇവിടെ ഒരു യഹൂദ ഭക്തൻ ജീവിച്ചിരിപ്പുണ്ട് എന്നും ആ ഭക്തൻ്റെ വീട്ടിൽ വന്ന് അഭയം പ്രാപിക്കാൻ സാധിക്കുമെന്നും അവിടെ ചെന്നാൽ നാം സ്വൈരമായും സ്വസ്ഥമായും ജീവിച്ച് പുലർച്ചയിൽ എഴുന്നേറ്റ് പോകാൻ വിശ്രമിക്കാനുള്ള അവകാശം ലഭിക്കുമെന്നും ഇവൻ ദൈവഭക്തനാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭവനത്തിൽ ആളുകൾ ആശ്രയിച്ച് വരാൻ അടയാളമായി പട്ടണത്തിൻ്റെ നടുവിൽ ഈ ഭവനത്തിൻ്റെ മുന്നിൽ നട്ട് വളർത്തിയിരുന്നതാണ് കരുവേലകം. ഈ കരുവേലകം നട്ട ആ വല്യപ്പച്ചൻ്റെ പേര് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നില്ലെങ്കിലും ആരുടെ പേരിലാണ് ഈ മരം നട്ടിരുന്നത് എന്നെഴുതുന്നു. യോവാശിൻ്റെ പേരിലുള്ള കരുവേലകം. കാരണം യോവാശിൻ്റെ അപ്പൻ നല്ല ഭക്തനായിരുന്നു എന്ന് വ്യക്തം. അദ്ദേഹത്തിൻ്റെ പുത്രൻ യോവാശ് തുടർന്ന് അവൻ നല്ല വിശ്വസ്തനോ ഭക്തനോ ആയിരുന്നില്ല. വിശ്വാസ വഴിയിൽ നിന്നും ഭ്രംശം നേരിട്ട് ലോക വഴികളിലേക്ക് മുഴുകി ജീവിച്ച ഒരു അഭക്തനും അഭംഗിയുള്ള ജീവിതം നയിച്ചിരുന്ന മനുഷ്യനുമായി അധപ്പതിച്ചു പോയിരുന്നു. അദ്ദേഹം അന്യവിശ്വാസത്തെ തൻ്റെ സ്വന്തം ജീവിതത്തിൽ ചേർത്ത് വെച്ചിട്ട് അപ്പൻ യഹോവ ഭക്തൻ എന്ന് കാണിക്കാൻ നട്ടിരുന്ന മരത്തിന് എതിരെ അരികെ വേറൊരു ബലിപീഠം അവൻ നിർമ്മിച്ചിരുന്നു. ബാൽ എന്ന ആ ദേശത്തിലെ പൂജാഗിരിയിൽ ആ ദേശവാസികളുടെ ആശ്രയമായി തീരാൻ വേണ്ടി ഒരു ബലിപീഠമായ ആ ബാലിൻ്റെ ആ ബലിപീഠം, ആ ബാലിൻ്റെ കൺസോർട്ടായി കരുതപ്പെട്ടിരുന്ന അശേരയുടെ വിവിധങ്ങളായ
മരത്തിൽ തീർത്ത പ്രതിഷ്ഠകളും ചുറ്റുപാടും നാട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ യഹോവ ഭക്തിയുള്ള അപ്പൻ്റെ പുത്രൻ അഭക്തനായി ജീവിച്ച് അവിശ്വാസം ജീവിതത്തിലും കുടുംബത്തിലും പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച് അത്തരത്തിൽ ഒരു അന്യവിശ്വാസത്തിൻ്റെ സങ്കലനം, രണ്ടും ചേർത്ത് ജീവിക്കാനുള്ളൊരു ജീവിതം അവൻ്റെ ജീവിതത്തിൽ യൗവനകാലത്തിൽ ഉണ്ടായി എന്നാണ് ഈ വേദഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും ഈ അഭക്തനായ അപ്പനെ ദൈവം ശ്രദ്ധിക്കാതെ അവൻ്റെ ജീവിതം തിരുത്തുന്നതിനു പകരം ആദ്യം നിരുത്തരവാദപരമായ അപ്പൻ്റെ പ്രതിജ്ഞാബദ്ധമായ ഇത്തരത്തിലുള്ള അഭക്തി നിറഞ്ഞ ജീവിതത്തെ ശ്രദ്ധിക്കാതെ കരുണയുള്ള കർത്താവ് ആ വല്യപ്പച്ചനെ ഓർത്ത് ഈ കൊച്ചുമകനായ ഗിദെയോനെ തേടി കർത്താവ് ശ്രദ്ധയോടെ എത്തിച്ചേരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നാം ഭക്തിയോടെ ജീവിക്കണം, വിശ്വാസ ജീവിതം വളരെ ദൃഢമായി നിലനിർത്തണം എന്ന് കർത്താവ് നമ്മെ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ മക്കൾ ചിലപ്പോൾ ഈ അഭക്തി നിറഞ്ഞ ചുറ്റുപാടുകളുടെ സ്വാധീനത്തിൽ അധപ്പതിച്ചു പോയാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ നോക്കി അവരുടെ പുത്രനെ തേടി വരുന്ന ദൈവം അവൻ വിശ്വസ്തനാണ്. അവൻ്റെ വിളി നിരസിക്കാതെ അവൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് മറ്റുള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ച് തൻ കർത്താവ് പ്രവർത്തിക്കുന്നവനാണ് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. സഭയുടെ പാരമ്പര്യത്തെയും വിശ്വാസ ജീവിതത്തിൻ്റെ താല്പര്യത്തെയും കുറിച്ച് രൂഢമായി കർത്താവിൻ്റെ നാമത്തിൽ വളരെ പ്രശംസനീയമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അഭിവന്യ തിരുമേനി തൊട്ടു മുന്നേ രേഖപ്പെടുത്തി എഴുതപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ഓരോ താളുകളും വായിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഭക്തിനിർഭരമായ ആത്മീയ ജീവിതത്തിൻ്റെ ശ്രദ്ധാപൂർവമായ ഈ ജീവിതത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമെന്ന് നാം അതുവഴി തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ തിരുമേനി അതിൽ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ഇവിടെ എഴുതുന്നു, എന്തുകൊണ്ടാണ് നാം ആ വിശ്വാസത്തിൽ ഉറക്കേണ്ടത്? നമ്മുടെ ജീവിതം ചിലപ്പോൾ വിശ്വസ്തമായി ജീവിക്കുന്നതിനിടയിൽ പിഴച്ചുപോയാലും നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ തലമുറയെ തേടി കർത്താവിൻ്റെ സ്നേഹകരങ്ങൾ നീട്ടി അവരെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം മറക്കുന്നവനല്ല എന്ന സത്യമാണ്. അങ്ങനെ യോവാശിൻ്റെ കരുവേലകത്തിന് കീഴെ ഇങ്ങനെ ഗിദെയോനെ തേടി കർത്താവ് വന്ന് ഇരിപ്പുറപ്പിച്ചു. ഗിദെയോനെ തേടി വരുമ്പോൾ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെടാതിരിക്കുന്നതിനു വേണ്ടി അവൻ വിളവിച്ച ആ ഗോതമ്പ് പാടത്തിൽ നിന്നും അരിഞ്ഞു കൊണ്ടുവന്ന കറ്റ സാധാരണ യഹൂദന്മാർ മെതിക്കുന്നത് മെതിവണ്ടി കൊണ്ടോ കാളവണ്ടി കൊണ്ടോ ഒറ്റപ്പുറത്താണ്, ഉയർന്ന സ്ഥലത്താണ്. അവിടെ മെതിച്ചു കഴിഞ്ഞാൽ അതിനെ ഉയർത്തി ആകാശത്തേക്ക് വീശിയിടുമ്പോൾ ഈ കാറ്റ് കൊണ്ട് അതിൻ്റെ പതിരെല്ലാം മാറി മണിയെല്ലാം നടുവിൽ തന്നെ വീഴും. അത്തരത്തിൽ ഈ ഒഴിച്ച് അവൻ്റെ ഉപയോഗത്തിന് വേണ്ടി മാറ്റിയാൽ മിദ്യാന്യ ശത്രുക്കൾ പരിസ്ഥിതി സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കൊണ്ട് അവനെ പിടിച്ചു കൊണ്ടുപോവുകയോ കൊന്നുകളയുകയോ ചെയ്യാനിടയുണ്ട് എന്നറിഞ്ഞിട്ട് ഗിദെയോൻ ഒളിച്ച് വന്ന് മുന്തിരിച്ചക്കിൻ്റെ മറവിൽ വന്ന് മരിക്കുകയായിരുന്നു. മുന്തിരിച്ചക്ക് നമ്മുടെ നാട്ടിലുള്ള തേങ്ങ അരയ്ക്കുന്ന ചക്ക് പോലുള്ള ചക്കല്ല. സാധാരണഗതിയിൽ മുന്തിരിത്തോട്ടത്തിലെ ഏറ്റവും കുഴിയുള്ള സ്ഥലത്ത്, താഴ്ചയുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഓവ് പോലെ ഒരു കുഴി പോലെ മുന്തിരിച്ചക്ക് അവർ നിർമ്മിച്ചിരുന്നത്. മുന്തിരി കഴുകി അതിനകത്തിട്ട് ചവിട്ടി വെതിച്ച് പൊഴിച്ച് അതിനെ ഒരു വശത്തേക്ക് ഊറി വരുമ്പോൾ കോരിയെടുക്കുന്ന രീതിയിലാണ് മുന്തിരിച്ചക്ക് നിർമ്മിച്ചിരുന്നത്. യേശു കർത്താവിൻ്റെ ഖബറിടത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നയാൾക്ക് അരിമത്യക്കാരൻ യോസേഫ് എന്ന മന്ത്രിയുടെ തോട്ടത്തിൻ്റെ നടുവിൽ അന്ന് ഉപയോഗിച്ചിരുന്നൊരു ചെറിയ മുന്തിരിച്ചക്ക് ഇന്നും അതുപോലെ പരിരക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മുന്തിരിച്ചക്ക് എപ്പോഴും തോട്ടത്തിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലത്താണ് മറവിടത്തിൽ വന്നു നിന്നുകൊണ്ട് മരത്തിൻ്റെ മറവിൽ നിന്ന് ഗിദെയോൻ മുന്തിരി പൊഴിച്ച് അങ്ങനെ ചക്കിൽ ആട്ടിയെടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ സ്ഥാപനം മാറ്റിയിരിക്കുന്നു. ഗോതമ്പ് സ്വന്തം കാലുകൊണ്ട് ചവിട്ടി പൊഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഗിദെയോൻ അവിടെ ഇട്ട് പൊഴിച്ചു? അവൻ ഒരു ഭീരുവായിരുന്നു എന്ന് ആദ്യം തന്നെ കാണിച്ചു തരികയാണ് വേദപുസ്തകത്തിൽ. ഗിദെയോൻ ഭീരുവായിരുന്നു എന്ന് ഇവിടെ മാത്രമല്ല, 3 സ്ഥലങ്ങളിൽ അങ്ങനെ ഈ വേദപുസ്തകത്തിൽ നിന്നും പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഗിദെയോൻ ഒരു ഭീരുവായിരുന്നു എന്ന് 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഗിദെയോനോട് നിൻ്റെ അപ്പൻ്റെ
ആ വലിയ ബലിപീഠം ഇന്ന് നീ ഇടിച്ച് അവിടെ യഹോവ ആരാധന സ്ഥാപിക്കുന്നതിനു വേണ്ടി നിന്റെ ആ ബലിപീഠത്തിൽ ദൈവത്തിന് സുഗന്ധബലിയായ ഒരു യാഗം നടത്തണം എന്ന് കർത്താവ് അവനോട് ആജ്ഞാപിച്ചപ്പോൾ അവൻ രാത്രിയിൽ ചെന്ന് തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി അവൻ ഒളിച്ചു ചെന്ന് പേടിയായതുകൊണ്ട് ആ കൃത്യം നിറവേറ്റി എന്ന് 27-ാം വാക്യത്തിൽ 6-ാം അധ്യായം വിശദീകരിക്കുന്നതിൽ നിന്നും അവൻ ഒരു ഭീരുവായിരുന്നു എന്ന് രണ്ടാമതും ഉറപ്പിച്ചു പറയുകയാണ്. മൂന്നാമത് ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, 1,35,000 വരുന്ന ശത്രു സൈന്യം എതിരെ പാളയമിറങ്ങിയിരിക്കുമ്പോൾ ഈ ജനത്തോട് യുദ്ധം ചെയ്യുന്നതിന് തനിക്ക് കെൽപ്പും ത്രാണിയും ലഭിക്കില്ല എന്ന ഭയം നീക്കുന്നതിനു വേണ്ടി കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി നീ ആ ശത്രുപാളയത്തിലെ ജനസംഖ്യ കൂടുതലുള്ള പട്ടാളത്തിൻ്റെ നടുവിലേക്ക് നിരഹസ്യമായി ഒറ്റുനോക്കുന്നതിന് ചെല്ലണം. നിനക്ക് പോകുവാൻ പേടിയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് നീ നിന്റെ ആയുധം പിടിച്ച് മുമ്പേ നടക്കുന്ന ബാല്യക്കാരനെ മുമ്പേ നിർത്തി നീ പിൻപേ പോയാൽ മതി. കർത്താവ് തന്നെ അവന് പേടിയുണ്ട് എന്ന് ധരിച്ചിട്ട് അവന് സുപായം സ്വരൂപിച്ച് അവനെ കർത്താവ് ബലപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് വായിക്കുന്നത് 7-ാം അധ്യായം തുടർന്ന് 10-ാം വാക്യത്തിലാണ്. അങ്ങനെ ഗിദെയോൻ ഒരു ഭീരുവായിരുന്നു. എന്നാൽ സ്വയം അവൻ ഭീരുവാണ് എന്ന സത്യം കർത്താവ് പോലും ബോധ്യമുള്ള കാര്യമായിട്ടും ഗിദെയോൻ ഒരു ഭീരുവാണെന്ന് സ്വയം അറിയാമായിരുന്നിട്ടും കർത്താവ് അവനെ ആദ്യം വിളിച്ചത് തിരിച്ചിങ്ങനെയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്നാണ്. ഓ മൈറ്റി മാൻ ഓഫ് വാലർ, ദൈവം നിന്നെ കൂടെയുണ്ട് എങ്കിൽ നീ ധൈര്യവാനായി നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയ്ക്കപ്പുറം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമായി നിന്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കാൻ ഒരുക്കമാണെന്നാണ് ഗിദെയോനോട് കർത്താവ് ഇടപെട്ട് എത്തിച്ചേർന്ന് പ്രസ്താവിച്ചത്, ധൈര്യപ്പെടുത്തിയത്. കർത്താവ് പറഞ്ഞു, ഗിദെയോനെ നീ പരാക്രമശാലിയാണ് എന്ന്. പരാക്രമശാലി എന്ന് വേദപുസ്തകത്തിൽ വ്യക്തികളെ മാത്രം കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ള 6 സ്ഥലങ്ങൾ വേദപുസ്തകത്തിൽ നാം കാണുന്നു. അതിൽ ഒരാളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗിദെയോൻ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്യക്തിഗതമായ പരാക്രമശാലിയാണ്. രണ്ടാമത്തെ ഒരു പരാക്രമശാലിയായിരുന്നു വേശ്യാപുത്രൻ ആയ ഇഫ്താഹ് എന്ന വേറൊരു ന്യായാധിപൻ. മൂന്നാമത്തെ പരാക്രമശാലി വേദപുസ്തകം വിശദീകരിക്കുന്നത് ദാവീദായിരുന്നു. നാലാമത്തെ പരാക്രമശാലി യൊരോബെയാം. അഞ്ചാമത്തെ പരാക്രമശാലി യഹോയാദ. അങ്ങനെ ഈ 5 പേരും യഹൂദന്മാരായ പരാക്രമശാലികളായിരുന്നു. എന്നാൽ മറ്റൊരു വിശ്വാസത്തിൽ നിന്നും ദൈവസ്നേഹത്തിലേക്ക് കടന്നു വന്ന പ്രവാചകനിലൂടെ ദൈവ നിയോഗം പേറി സൗഖ്യം പ്രാപിച്ച ഒരേ ഒരു വിജാതീയൻ പരാക്രമശാലിയായി വേദപുസ്തക ചരിത്രത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നത് 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്ന അരാം രാജ്യത്തിലെ സേനാധിപതിയായ നായമാൻ മാത്രം ആയിരുന്നു. അങ്ങനെ വേദപുസ്തകത്തിൻ്റെ ആദ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പരാക്രമശാലിയായി ഇവിടെ വാഴ്ത്തുന്ന ഒരു വ്യക്തിയാണ് ഗിദെയോൻ. അതുകൊണ്ട് കൂടെ ആയിരിക്കണം ഗിദെയോൻ ന്യായാധിപന്മാർ 12 പേർ ഇസ്രായേലിലെ 410 വർഷം ഭരിക്കുന്നതിനിടയിൽ 5-ാമത്തെ ന്യായാധിപനാണ് ഈ ഗിദെയോൻ എങ്കിലും പുതിയ നിയമ ചരിത്രത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഭക്തന്മാരുടെ പട്ടിക നിരത്തുന്ന കൂട്ടത്തിൽ ഈ ഗിദെയോന് 1-ാം സ്ഥാനം നൽകുന്നു എന്ന് നാം വായിക്കുന്നു. പഴയ നിയമത്തിലെ 12 ന്യായാധിപന്മാരിൽ 5-ാമത്തെ ഈ ന്യായാധിപനായ ഗിദെയോന് പുതിയ നിയമത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ അഗ്രേസര സ്ഥാനം ഭക്തന്മാരുടെ ഗണത്തിൽ അവന് നൽകുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് ഇത് നൽകുന്നത് എന്ന് വീണ്ടും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. വേദപുസ്തക ചരിത്രം വായിക്കുമ്പോൾ 4 ആളുകൾക്ക് മാത്രമേ സംതൃപ്തമായ വാർദ്ധക്യവും മരണവും ലഭിച്ചിട്ടുള്ളൂ എന്നാണ് വേദപുസ്തകത്തിൽ വിശദീകരിക്കുക. സംതൃപ്തമായ വാർദ്ധക്യവും മരണവും ലഭിച്ച 4 ആളുകളിൽ ഒരാളായിരുന്നു അബ്രഹാം, 2-ാമത്തെ ആളായിരുന്നു ദാവീദ്, 3-ാമത്തെ ആളായിരുന്നു നാം വായിക്കുന്ന ഭക്തനായ ഇയ്യോബ്. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്തയാളായിരുന്നു ഗിദെയോൻ. 4 ആളുകൾക്ക് മാത്രമേ നല്ല വാർദ്ധക്യവും തികഞ്ഞ വിശ്വാസത്തിലുള്ള മരണവും വേദപുസ്തകത്തിൽ സാക്ഷ്യമായി രേഖപ്പെടുത്തി കാണുന്നുള്ളൂ. അതിൽ ഒരാളായിരുന്നു ഗിദെയോൻ. ഈ യഹൂദന്മാരുടെ ഇടയിൽ ഈ ഇസ്രായേൽ ജനങ്ങൾക്ക്
ജനങ്ങൾക്ക് മിദ്യാന്യ ശത്രുക്കളിൽ നിന്ന് വിജയമുണ്ടാക്കി കൊടുത്തതോടെ പ്രഭുക്കന്മാരെല്ലാവരും ഗിദെയോനെ വശത്താക്കി അവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് നീ വിജയം കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് നീ മാത്രമല്ല, നീയും നിന്റെ മകനും മകൻ്റെ മകനും തലമുറയായി ഞങ്ങൾക്ക് രാജാവായിരിക്കണം എന്ന്. ഗിദെയോൻ പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ രാജാവ്, ഞാനാവുകയില്ല. ദൈവമായ കർത്താവാണ് നമ്മെ ഭരിക്കേണ്ടത്. അങ്ങനെ സ്വന്തം ജീവിതത്തെ ഉയർത്താൻ സമൂഹം ഒന്നിച്ച് ഉദ്യമിക്കുമ്പോഴും അതിൽ ഉത്സാഹിക്കാതെ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകി തന്നെ പിന്തിരിപ്പിച്ച് ആ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഉയർത്തുന്ന ആളുകളുടെ പുകഴ്ച ആഗ്രഹിക്കാതെ താണു നിൽക്കാൻ ആഗ്രഹിച്ച് ഉന്നത സ്ഥാനത്ത് നിന്നും പിൻവലിഞ്ഞു നിൽക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തിന് പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്ന ഒരു മനുഷ്യനായ ഭക്തൻ എന്ന് ഇവിടെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹം ദീർഘായുസ്സോടെ ജീവിച്ച് സംതൃപ്തിയോടെ മരിച്ചു എന്ന് നാം വായിക്കുന്നത് 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ: യോവാശിൻ്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു എന്നാണ് അവിടുത്തെ സാക്ഷ്യം. അങ്ങനെയാണ് എങ്കിൽ വേദപുസ്തകത്തിൽ പുതിയ നിയമ ചരിത്രം വായിക്കുമ്പോൾ ആദ്യത്തെ ഭക്തന്മാരുടെ നിരയിൽ അഗ്രേസര സ്ഥാനീയനാക്കി തീർക്കാൻ ഈ കാരണമായിരുന്നു ഗിദെയോനിൽ കാര്യകാരണങ്ങളാക്കി കർത്താവ് പ്രത്യേകം ശ്രദ്ധിച്ചത്, പരിശോധിച്ചത്. അവൻ്റെ ആ വല്യപ്പച്ചൻ വിശ്വാസവീരനായിരുന്നു. അവൻ്റെ അപ്പൻ പ്രാർത്ഥനയിൽ ജീവിച്ചയാളായിരുന്നില്ലെങ്കിലും ഈ പുത്രൻ വിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തിയത് അപ്പൻ്റെ രൂപാന്തരത്തിന് കാരണമായി തീർന്നു എന്ന് പിൽക്കാലത്ത് വേദപുസ്തക സംഭവങ്ങൾ വിശദീകരിച്ച് പഠിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ആ ഭാഗത്തേക്ക് പിന്നെ വരാം. വേദപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ യഹോവ അവനെ ആ പരാക്രമശാലി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തപ്പോൾ ഗിദെയോൻ കർത്താവിനോട് തിരിച്ച് പറയുന്നൊരു വാചകമുണ്ട്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, അയ്യോ യജമാനനെ, നീ എങ്ങനെയാണ് എന്നെ പരാക്രമശാലി എന്ന് വിളിക്കും എന്ന് അവൻ ചോദിച്ചില്ല. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ അന്ന് 200 വർഷത്തിന് മുമ്പാണ് ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. 410 വർഷം ഈ ന്യായാധിപന്മാർ ഭരിച്ചു എങ്കിലും 5-ാമത്തെ ന്യായാധിപനായ ഗിദെയോൻ ഭരിക്കുമ്പോൾ യോശുവ ജനത്തെ മിസ്രയീം ദേശത്തേക്ക് നിന്നും കൊണ്ടുവന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് പല സ്ഥലങ്ങൾ വിഭാഗിച്ച് അവരെ കുടിയിരുത്തി ആ സ്ഥലം അവർക്ക് വാഴാൻ കൊലുത്ത ശേഷം 200 വർഷം പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ പല തലമുറകൾ പിന്നിട്ട് പോയി. ഈ തലമുറകൾ പലതും കഴിഞ്ഞ് 200 വർഷം മുമ്പ് ദൈവം ഇസ്രായേൽ ജനങ്ങളെ ഈ കനാൻ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കൂട്ടത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് നിരവധി വാചിക പാരമ്പര്യങ്ങൾ ഞങ്ങളുടെ ചുറ്റും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച ദൈവം ഇന്ന് എവിടെ എന്നാണ് ഗിദെയോന്റെ ചോദ്യം. ഇന്ന് ഈ ദൈവം എവിടെ പോയിരിക്കുന്നു? അവരുടെ ജീവിതം ദിശാഭംഗം സംഭവിച്ച് ലക്ഷ്യബോധമില്ലാതെ അധപ്പതിച്ചു പോയ കാര്യം, കുഴപ്പവും അവരാരും തിരിച്ചറിഞ്ഞില്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ, ദൈവവിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ വിസ്മൃതമാകുവാൻ കാരണമായതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്നും ദൈവമായ കർത്താവ് നമ്മോടൊപ്പം പറ്റി നിന്നിട്ടും അവൻ്റെ ജീവിതത്തോട് ചേർന്ന് ഉറ്റു സ്നേഹിക്കാൻ മനുഷ്യരായി ഞങ്ങൾക്ക് സാധിക്കാത്തതായിരുന്നു കാരണം എന്നും സ്വന്തം ജീവിതത്തിലെ ദൗർബല്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാൻ ഗിദെയോന് നമ്മെപ്പോലെ തന്നെ മനസ്സുണ്ടായില്ല. അവൻ അങ്ങനെ ദൈവത്തോട് പറഞ്ഞു, അയ്യോ അയ്യോ യജമാനനെ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചൊരു കാലത്ത് ജീവിച്ച അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ എവിടെ പോയി? ആ അത്ഭുതങ്ങളൊക്കെ ഇന്ന് അസ്തമിക്കാൻ ഉള്ള കാരണമെന്ത്? ഈ അയ്യോ 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 എന്ന് സാധാരണ നിങ്ങൾ തലയിൽ കൈവച്ചാണ് വിളിക്കാറുള്ളത്. ഈ ഗിദെയോൻ 3 പ്രാവശ്യം അയ്യോ എന്ന് കർത്താവിനോട് സംബോധന ചെയ്യുന്നുണ്ട് 6-ാം അധ്യായത്തിൽ തന്നെ. 1-ാമത്തെ അയ്യോ ഗിദെയോൻ വിളിക്കുന്നത് 13-ാം വാക്യത്തിൽ, 2-ാമത്തെ അയ്യോ വിളിക്കുന്നത് 15-ാം വാക്യത്തിൽ, 3-ാമത്തെ അയ്യോ വിളിക്കുന്നത് 22-ാം വാക്യത്തിൽ. ഈ ബോധ്യങ്ങളെല്ലാം മാറി മാറി വരികയാണ് ഗിദെയോന്റെ വിശ്വാസ ജീവിത യാത്രയിൽ. അവൻ ആദ്യം ദൈവത്തെ സംബോധന ചെയ്തത് അവൻ തിരിച്ചറിഞ്ഞത് യജമാനൻ എന്ന പ്രയോഗത്തിലൂടെയാണ്. 2-ാമത്തെ അയ്യോ വിളിക്കുമ്പോൾ അവൻ ദൈവത്തെ ബോധ്യപ്പെട്ടത് അവൻ കർത്താവ് എന്ന് വിളിച്ചുകൊണ്ടാണ്. 3-ാമത്തെ 22-ാം വാക്യത്തിലെ അയ്യോ അവൻ വിളിക്കുന്നത് അയ്യോ യഹോവയായ ദൈവമേ എന്ന തിരിച്ചറിവിലാണ്.
അങ്ങനെ ഇത്തരത്തിലൊരു ബോധ്യം നാം കാണുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. ശമരിയാക്കാരിയ പെൺകുട്ടി കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് യേശു കർത്താവിനെ അവൾ ബോധ്യപ്പെട്ട് നിമിഷങ്ങൾ കഴിയും തോറും അവൻ്റെ വിശ്വാസത്തിൽ പരിപക്വതയാർജിക്കുന്നതായി നാം വായിക്കുന്നു. ഇങ്ങനെ അവളും ഇതുപോലെ യജമാനനും കർത്താവും രാജാവുമായൊക്കെ തിരിച്ചറിഞ്ഞ് ഭക്തിനിർഭരമായൊരു ധന്യ ജീവിതത്തിലേക്ക് അവൾ കുതിച്ചു പായുന്നതായി നാം വേദപുസ്തക ചരിത്രത്തിൽ വായിക്കും. കണക്ക് ഗിദെയോനും ഇത്തരത്തിൽ തന്നെ അവൻ അല്പത്തിൽ നിന്നും അധിക വിശ്വാസത്തിലേക്ക് യാത്ര ചെയ്ത് മുന്നേറുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാം. രണ്ടാമത് കർത്താവ് അവനോട് സംസാരിച്ചിട്ട് അയ്യോ എന്ന് അവൻ സംബോധന ചെയ്ത് അത്ഭുതങ്ങളൊക്കെ ഇന്ന് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോൾ യഹോവ അവനെ ഒന്ന് നോക്കി എന്നാണ് ഇവിടെ നാം വായിക്കുന്നത് തിരുവചനത്തിൽ. അപ്പോൾ യഹോവ അവനെ നോക്കി, 4-ാം വാക്യം. എന്തുകൊണ്ട് കർത്താവ് അവനെ നോക്കി? 14-ാം വാക്യത്തിൽ ഗിദെയോനെ കർത്താവ് ഇതിനു മുമ്പ് നോക്കിയതുപോലെയല്ല, ഇന്ന് ജീവിതത്തിൽ ആദ്യമായി ഇതുവരെയും നോക്കിയതിൽ വ്യത്യസ്തമായി അവനെ നോക്കി എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുക. ഇത്തരത്തിൽ കർത്താവ് പ്രത്യേകിച്ച് നോക്കിയ ചില ആളുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിൻ്റെ ഈ പ്രത്യേക നോട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന്. അങ്ങനെ ഗിദെയോനെ കർത്താവ് ഒന്ന് നോക്കി. ഗിദെയോനെ കർത്താവ് നോക്കിയപ്പോൾ ഗിദെയോൻ്റെ വിചാരങ്ങളിൽ വന്ന വ്യത്യാസം വ്യക്തമാക്കുകയാണ് വേദപുസ്തകം. ഇതുപോലെ ഒരിക്കൽ കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. സഹോദരനാണ് അവനെ കൂട്ടിക്കൊണ്ടു വന്നത് എങ്കിലും യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ പത്രോസിനെ കർത്താവ് നോക്കിയിട്ട് അവൻ്റെ പഴയ നാറിയ പേര് മാറ്റി അവനൊരു പുതിയ പേര് കർത്താവ് ചാർത്തി. അങ്ങനെ പത്രോസിനൊരു പുതിയ നാമം നൽകി അവൻ്റെ ജീവിതത്തിന് അർത്ഥം കൽപ്പിച്ച് അത്ഭുതകരമായ ഒരു ജീവിതത്തിൻ്റെ ധന്യതയിലേക്ക് അവനെ പുതിയ മനുഷ്യനാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിച്ചിട്ട് അവൻ്റെ പഴയ പേര് പോലും മാറ്റി. ഈ പത്രോസ് ആ മാറ്റിയ പേര് കിട്ടി, കർത്താവ് നൽകിയ പേരാണ് എന്ന് കരുതി അവൻ സ്വന്തമാക്കി പോയിട്ടും ജീവിതത്തിൽ അവൻ തകർന്നു പോയി പലപ്പോഴും. ഇനിയും കർത്താവ് പത്രോസിനെ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കി സൂക്ഷിച്ച് അത് നാം വായിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യത്തിലാണ്. കിട്ടിയ സുഖം അപ്പോഴും മാറ്റിവെക്കാതെ പ്രിയപ്പെട്ട പടയാളികൾ യേശു കർത്താവിനെ കയ്യാമം വെച്ച് പീലാത്തോസിൻ്റെ അരമനയ്ക്ക് മുമ്പിൽ നിർത്തിയിരിക്കുമ്പോൾ അങ്ങനെ തണുപ്പുള്ളത് കൊണ്ട് തീ കൂട്ടി അടുത്തിരുന്ന് തീ കായാൻ പ്രിയപ്പെട്ട പത്രോസും മാറി നിൽക്കാതെ അവർക്കരികിലേക്ക് ചെന്ന് കിട്ടിയ സുഖം മാറാതെ അനുഭവിക്കാൻ ആശിച്ചിട്ട് അവനും ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. സുഖമായി തീ കാഞ്ഞതിനിടയിൽ ഒരു ബാല്യക്കാരി വന്ന് പറഞ്ഞു, നീ അവൻ്റെ കൂടെ ഉള്ളവനല്ലേ? നിന്റെ സംസാരം കേട്ടിട്ട് ബോധ്യമാകുന്നു അത് സത്യം എന്ന്. കർത്താവിനെ കുറിച്ച് അവൾ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമായി പത്രോസ് ധൈര്യത്തോടുകൂടി പറഞ്ഞു, ഒരു കൂസലുമില്ലാതെ, ഞാൻ അയാളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന് കുട്ടികൾ പറയുന്നത് പോലെ, ഞാൻ ഈ യേശുവിനെ അറിയുന്നില്ല എന്ന് പറയുക മാത്രമല്ല ആണയിടാൻ തുടങ്ങി, പ്രാകാൻ തുടങ്ങി. അഥവാ ചീത്തയും പറഞ്ഞിട്ട് കർത്താവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പത്രോസ് പറയാനും പോലും ശ്രമിച്ചു. അങ്ങനെ ഈ പത്രോസ് ഇത് പറഞ്ഞ് നാവ് അകത്തോട്ടിട്ടതേ ഉള്ളൂ. കർത്താവ് ആ പീഡാനുഭവത്തിൻ്റെ സഹന മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്ന നിമിഷമായിട്ട് പോലും ആ കൂട്ടത്തിനിടയിൽ നിന്ന് തീ കായുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് അപമാനിക്കുന്നതിനായി വാക്കുകൾ പറഞ്ഞ പത്രോസിനെ കർത്താവ് തിരിച്ചു നോക്കി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ പത്രോസ് ഓടാൻ തുടങ്ങി. ഓടി കുറേ ദൂരം ചെന്ന ശേഷമാണ് അവന് മനസ്സിലായത് ഈ ഓട്ടം ഇങ്ങനെ പോയാൽ നെട്ടോട്ടമാകുമെന്നും ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും. ഇതേ ഓട്ടം തന്നെയാണ് കെരിയോത്തുകാരൻ യൂദ നടത്തിയത്. അവൻ യേശുവിനെ അരികിലേക്ക് വന്നില്ല, അവൻ ചെന്ന് ഒരിടത്ത് ജീവിതം അവസാനിപ്പിച്ചു ആ രാത്രിയിൽ. എന്നാൽ പ്രിയപ്പെട്ട പത്രോസ് ഓടുന്നതിനിടയ്ക്ക് തിരിച്ചു വന്നു യേശു കർത്താവിൻ്റെ അരികിലേക്ക് തക്കവണ്ണം. അവൻ അപ്പോഴാണ് ക്രിസ്തുവിലായി തീർന്നത്. അവൻ യേശുവിൻ്റെ കൂടെ മാത്രമായി ഇരുന്നാൽ പോരെന്നന്ന് തിരിച്ചറിഞ്ഞു. യേശുവിലായി തീരാൻ അന്ന് മുതൽ അവന് ജീവിതത്തിൽ ഭാഗ്യമുണ്ടായി. യേശു കർത്താവിൻ്റെ ആ നോട്ടമാണ് പത്രോസിനെ ഓട്ടത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. അവൻ തുടർന്ന് ക്രിസ്തുവിലാകാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ക്രൂശിക്കാൻ പോലും സന്നദ്ധനായി നീറോ ചക്രവർത്തി അലറുമ്പോൾ അവിടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ് അവൻ മരിക്കാൻ സന്നദ്ധനായി തീർന്നത് ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മെയും അവൻ നോക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണോ നമ്മെ ഇങ്ങനെ സൂക്ഷിച്ച്
സൂക്ഷിച്ച് കർത്താവ് നോക്കുക. അപ്പോഴാണ് നമ്മുടെ കുറവുകളെക്കുറിച്ച് ബോധ്യം വരിക. യേശു കർത്താവ് ഇതുപോലെ സക്കായിയെ നോക്കി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവൻ വലിയ ആ കാട്ടത്തിയുടെ മേൽ തപ്പിപ്പിടിച്ച് ഉയരെ കയറി ഒളിച്ചിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കർത്താവ് അവനെ സൂക്ഷിച്ച് നോക്കുന്നത് കർത്താവ് കണ്ടത്. ഈ കർത്താവിൽ ഈ സക്കായി കണ്ടത്. സക്കായി ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ യേശു അവനെ കണ്ടു എന്ന് മനസ്സിലാക്കി. കർത്താവിനെ കാണാനല്ല സക്കായി പോയത്. ലൂക്കോസ് 19 എഴുതിയിരിക്കുന്നത് യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ അവൻ ശ്രമിച്ചു എന്നാണ്. കാരണം ഞാൻ ഇങ്ങനെയുള്ളവൻ, കർത്താവ് എങ്ങനെയുള്ളവൻ എന്ന് കാണാനാണ് അവൻ ശ്രമിച്ചത്. അതിനുവേണ്ടി അവൻ നല്ല മരങ്ങളിലൊന്നും കയറാതെ, ജോസഫസ് പറയുന്നു ശവപ്പെട്ടി ഉണ്ടാക്കാൻ അന്ന് ഉപയോഗിച്ചിരുന്ന മരമാണ് കാട്ടത്തി. കാട്ടത്തിയിൽ കയറിയിരിക്കാൻ ആഗ്രഹിച്ചവൻ നിർഭയം ഒളിച്ചിരിക്കാൻ ആഗ്രഹിച്ചതാണെങ്കിലും ശവപ്പെട്ടി ഉണ്ടാക്കിയിരുന്ന മരമായതുകൊണ്ട് അതുവഴി പോകുന്ന മനുഷ്യൻ പോലും നോക്കാൻ പേടിച്ചിരുന്ന മരമാണെന്നാണ് ജോസഫസ് വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് സക്കായി ആ മരത്തിൽ തന്നെ കയറിയിരിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ഇങ്ങനെ കർത്താവിൻ്റെ മുന്നിൽ എവിടെയൊക്കെ ഭയന്നോ ഭയക്കാതെയോ ഒളിച്ചിരുന്നാലും യേശു കർത്താവ് നോക്കിയാൽ പിന്നെ ഇരിപ്പുറയ്ക്കുകയില്ല. ഈ പ്രിയപ്പെട്ട സക്കായി അപ്പോഴാണൊരു ബോധമുണ്ടായത്. ഡീവാലുവേഷൻ ഓഫ് വാല്യൂസ്, അവൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് അവബോധവും പുനരവലോകനവും ഉണ്ടായി. അങ്ങനെ അവൻ്റെ റീവാലുവേഷൻ ഓഫ് വാല്യൂസ് ആൻഡ് ഡീവാലുവേഷൻ ഓഫ് വെൽത്ത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അവൻ സമ്പത്തിൻ്റെ നിരർത്ഥകരെക്കുറിച്ച് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. സക്കായി ഉടനെ കർത്താവുമായി ചേർന്ന് അവർ പുതിയ ജീവിതയാത്ര തുടങ്ങി. ചില ആളുകളെ ഇതുപോലെ കർത്താവ് 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. വേദപുസ്തകം വായിച്ച് കാണാം. ശീമോനെ ശീമോനെ എന്ന് ഈ മോനെ കർത്താവ് 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പരിശുദ്ധനായ കർത്താവ് മാർത്തേ മാർത്തേ എന്ന് 2 പ്രാവശ്യം വിളിച്ചു. ശമൂവേലെ ശമൂവേലെ എന്നും വിളിച്ചു അവിടുന്ന് 2 പ്രാവശ്യം. എന്തിനെത്ര നിരവധി മനുഷ്യരെ കർത്താവ് 2 പ്രാവശ്യം വിളിച്ചു, ശൗലിനെ പോലും. ഈ കർത്താവ് എപ്പോഴൊക്കെ 2 പ്രാവശ്യം ചിലർ വിളിച്ചോ അവിടെയല്ല കർത്താവിനൊരു വേദനയുണ്ടായിരുന്നു. അവരെക്കുറിച്ചോ അവർ നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന സമൂഹത്തെക്കുറിച്ചോ. ഈ സ്ഥലങ്ങളിൽ മാത്രം കർത്താവ് 2 പ്രാവശ്യം ചില ആളുകളെ വിളിച്ചു. പത്രോസിനെ വിളിച്ചതും ഈ 2 പ്രാവശ്യം അതുകൊണ്ടാണ്. പൗലൂസിനെ 2 പ്രാവശ്യം വിളിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. ഈ ലോകത്തിൽ കർത്താവ് ചില്ലറ ആളുകളെ 2 പ്രാവശ്യം വിളിച്ചു. സഹോദരി കർത്താവിൻ്റെ പാദങ്ങളിൽ അണഞ്ഞിരിഞ്ഞ് ഉപദേശം കേൾക്കുമ്പോൾ അവളെ ശുശ്രൂഷിച്ച് സഹായിക്കാതെ കൂടെ പോകാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട മാർത്തയെ കണ്ട് പരിഭവിക്കുമ്പോഴാണ്, മറിയെ കണ്ട് പരിഭവിക്കുമ്പോഴാണ് കർത്താവ് മാർത്തേ മാർത്തേ എന്ന് 2 പ്രാവശ്യം വിളിച്ചത്. എന്നാൽ കർത്താവ് ഒന്ന് സൂക്ഷിച്ച് ഗിദെയോനെ നോക്കി. ഗിദെയോനെ നോക്കിയപ്പോൾ ഗിദെയോൻ്റെ നോട്ടത്തിലൊരു പരിവർത്തനമുണ്ടായി. ഗിദെയോൻ സ്വന്തം ജീവിതത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചുമുള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നു. അവൻ ഉടനെ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ മനസ്സിലാക്കുന്നു ഒരു സത്യം. ഇസ്രായേലിൽ 12 ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളിൽ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ മനശ്ശെ ഗോത്രമാണ് എൻ്റേത്. ഈ മനശ്ശെ ഗോത്രത്തിൽ അംഗങ്ങൾ കുറവുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. ആ കുടുംബത്തിൽ ഉള്ള ബലശാലികളെ എല്ലാം ഒഴിവാക്കി എല്ലാ ദുർബലന്മാരുടെ കൂട്ടത്തിൽ ഞാനാണ് ഒന്നാമൻ. മനശ്ശെ ഗോത്രം അംഗസംഖ്യ കുറഞ്ഞുള്ള ഗോത്രം. ആ ഗോത്രത്തിൽ നിരവധി നല്ല കുടുംബങ്ങളുണ്ട്. എന്നാൽ അതിൽ ആൾപ്പെരുപ്പം കുറഞ്ഞ ഒരു ഗോത്രമാണ് എൻ്റേത്. ആ ഗോത്രത്തിൽ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ കുടുംബമാണ് എൻ്റേത്. ആ കുടുംബത്തിൽ ഏറ്റവും ദുർബലനാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ കർത്താവ് ഈ ഗിദെയോനെ തന്നെ വിളിച്ചത്. എന്തുകൊണ്ടാണ് എന്നെ കർത്താവ് വിളിച്ചത് എന്ന് ഞാൻ പലപ്പോഴും ബോധ്യപ്പെട്ടു പോകാറുണ്ട്. നെയ്യാറ്റിൻകര പ്രദേശത്ത് ഒന്നിനും കൊള്ളാത്ത ആരൊക്കെ ഉണ്ടെന്ന് കർത്താവ് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിലൊന്നാമൻ ഈ ഉള്ളവൻ എന്ന് കർത്താവ് കണ്ടിട്ടാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ തിരഞ്ഞെടുക്കാനൊരു കാരണമുണ്ട്. ഒരു ജഡവും അവനിൽ പ്രശംസിക്കാതിരിക്കാൻ കർത്താവ് പൗലൂസിലൂടെ ഈ സത്യം വെളിപ്പെടുത്തി തരുന്നുമുണ്ട്. ഒരു ജഡവും സ്വയം പ്രശംസിക്കാതിരിക്കാൻ ആർക്കും വേണ്ട എന്ന് തോന്നിയോ അങ്ങനെ വിളിച്ചു. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരെല്ലാം അങ്ങനെ വിളിച്ചിരിക്കാനാണ് സാധ്യത. നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. കർമ്മശക്തനായ കർത്താവ് ഇങ്ങനെ വിളിച്ചതാ. ആരൊക്കെ ഈ ദേശത്തിൽ ഒരു വൈക്കും കൊള്ളാത്തതെന്നുണ്ട് എന്ന് കണ്ടു കർത്താവ് അവരെ വിളിക്കാൻ താല്പര്യപ്പെട്ടു. എന്തിനാ? എനിക്ക് നല്ല പാടാനും ആടാനും, എനിക്ക് നല്ല കൂത്തുകാട് കാണാനും, എനിക്ക് പ്രസംഗിക്കാനും ഒക്കെ കഴിവുണ്ട് എന്ന് പറയാതിരിക്കാൻ ഒരു വകയ്ക്കും കൊള്ളാത്ത ആളുകളെ പ്രത്യേകം വിളിച്ചു. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ പറ്റിയ ഒരു സ്വഭാവമുള്ളവരാണ് എന്ന് കർത്താവ് ആഗ്രഹിച്ച് വിളിച്ചു. അങ്ങനെ ഗിദെയോനെ കർത്താവ് വിളിച്ചപ്പോൾ ഗിദെയോൻ പറഞ്ഞു, കർത്താവേ, ഈ 12 ഗോത്രങ്ങളിൽ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ ഗോത്രം
ഗോത്രം എൻ്റേത് മനശ്ശെയിലെ ഏറ്റവും കൊച്ചു കുടുംബം എൻ്റേത്, ആ കുടുംബത്തിൽ ഏറ്റവും കൊച്ചു മനുഷ്യൻ ഞാൻ. ഇങ്ങനെ ഗിദെയോൻ തൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് കുറവുകളെ തിരിച്ചറിഞ്ഞു. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുറവുകളെക്കുറിച്ച് നല്ല ബോധ്യം വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അന്നാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് നമ്മെ നല്ലവണ്ണം ഒന്ന് നോക്കിയത് എന്നാണ്. നമ്മെ കർത്താവ് നോക്കുമ്പോൾ ആ നോട്ടത്തിലാണ് നമ്മുടെ കുറവുകളെക്കുറിച്ച് അവബോധം വരിക. നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, അതുകൊണ്ട് ഇന്ന് ആരാധിക്കുന്ന നിമിഷം നാം തിരിച്ചറിയേണ്ടത് എന്നെ ഒന്ന് ചൊവ്വേ നീ നോക്കണമേ എന്നാണ്. എങ്ങനെ കർത്താവ് നോക്കണം? എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച് തിരിച്ചറിയാൻ കണക്കിന് എന്നെ നോക്കണം. അപ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകൂ. വ്യർത്ഥമായ ജീവിതം നയിക്കുന്ന എൻ്റെ ജീവിതത്തെ നിനക്ക് പ്രയോജനപ്പെടുത്താനാവൂ. ആ സമയത്ത് മാത്രമേ കർത്താവ് നമ്മുടെ സമർപ്പണം സ്വീകരിക്കാൻ കഴിയൂ. ഇങ്ങനെ തന്നെയാണല്ലോ കർത്താവ് എല്ലാവരെയും വിളിച്ചത്. ശൗലിനെ ഒന്നാമത്തെ രാജാവായി, പിന്നീട് അയാൾ പിഴച്ചു പോയതൊക്കെ ശരി, പക്ഷേ അവനെ ഒന്നാമത്തെ രാജാവാകാൻ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നത് 1 ശമൂവേൽ 10-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. ഈ 12 ഗോത്രങ്ങളിൽ നിന്ന് ചീട്ടിട്ടാണ് അയാളെ തിരഞ്ഞെടുക്കാൻ പോയത്. ബെന്യാമിൻ ഗോത്രം ചീട്ടിട്ട് തിരഞ്ഞെടുത്തു. ബെന്യാമിൻ ഗോത്രം എടുക്കാൻ കാരണമുണ്ടായിരുന്നു. സഹോദരങ്ങൾ തന്നെ കൊന്നു കൊലപിടിച്ച് ആ കുടുംബത്തെ മുഴുവൻ അരക്ഷിതമാക്കിയിരുന്ന കാലത്താണ് ആ ഗോത്രത്തിൽ നിന്നും ഗോത്രസംഖ്യയ്ക്കൊത്ത് ഒരാളിനെ തിരഞ്ഞെടുക്കണമെന്ന ലോട്ടറി ടിക്കറ്റ് പോലെ അങ്ങനെ ലക്കി എടുത്ത സമയത്ത് ബെന്യാമിൻ ഗോത്രത്തിൻ്റെ പേര് വീണത്. ബെന്യാമിൻ ഗോത്രത്തിൻ്റെ പേര് വന്ന ശേഷം ആ കുടുംബത്തിലുള്ള എല്ലാ ഗ്രഹനാഥന്മാരുടെയും പേരെഴുതിച്ചിട്ടിട്ടപ്പോൾ കീശിൻ്റെ പേര് അവസാനം വീണു. മത്രിയുടെ കുടുംബത്തിൻ്റെ പേര് വീണു. മത്രിയുടെ കുടുംബത്തിൽ കീശിൻ്റെ പേര് അവസാനം വീണു. കീശിനോട് ചോദിച്ചു ശമൂവേൽ, എടോ നിന്റെ മക്കളെല്ലാം കീശയിലുണ്ടോ എന്ന്. ഒരുത്തൻ കഴുത കാണാൻ പോയി, കഴുത കളഞ്ഞുപോയി. ആ കഴുതയെ കണ്ടെത്താൻ പോയിരിക്കുകയാണ്. അവനെ പിടിച്ചുകൊണ്ട് നാട്ടിൽ വരുത്താൻ പറഞ്ഞു. കൊണ്ടു നിർത്തിയതിന് ശേഷമാണ് തുടർന്ന് അവസാനമായി രാജവാഴ്ചയ്ക്ക് വേണ്ടി ഒരുത്തനെ തിരഞ്ഞെടുക്കാൻ ആ കുടുംബത്തിൽ നിന്നും തുണ്ടിട്ടത്. ചീട്ട് വീണത് ശൗലിൻ്റെ പേരായിരുന്നു. ശൗലിൻ്റെ പേര് ചീട്ട് വീണ ഉടൻ രാജാവാകാൻ ശൗല് എവിടെയാണെന്ന് പരിശോധിക്കാൻ ശമൂവേൽ ദൈവത്തോട് തന്നെ ചോദിക്കേണ്ടി വന്നു. കർത്താവ് പറഞ്ഞു, എടോ അവൻ രാജാവാകാനുള്ള യോഗ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് സാധന ചാക്ക് കെട്ടിവച്ചിരിക്കുന്നതിന് ഇടയ്ക്ക് കയറി ഒളിച്ചിരിക്കുകയാകുന്നു എന്ന്. അവനെ ആ ചാക്ക് കെട്ടിനകത്ത് ഉരുക്കി പുറത്തിട്ടപ്പോഴാണ് എല്ലാവരെക്കാളും ഉയർന്നവനാണ് എന്ന് മനസ്സിലായത്. അങ്ങനെ യോഗ്യതയില്ലെന്ന് സ്വയം ബോധ്യപ്പെട്ടവനെ തിരഞ്ഞെടുത്ത ഉപയോഗിക്കുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ തന്നെയാണ് ശമൂവേൽ 16-ാം അധ്യായത്തിൽ 1 ശമൂവേൽ വിശദീകരിക്കുന്ന രണ്ടാമത്തെ ഇസ്രായേൽ രാജാവായി ദാവീദിനെ തിരഞ്ഞെടുക്കാനും കാരണം. അങ്ങനെ ഇശ്ശായിയുടെ മക്കളെ എല്ലാവരെയും നിരത്താൻ കർത്താവ് ശമൂവേലിലൂടെ ആജ്ഞാപിച്ചു. ശമൂവേൽ ആദ്യത്തെ 7 പേരെയും കൊണ്ടു നിർത്തി. അവരെല്ലാവരും ശൗലിൻ്റെ പട്ടാളത്തിലെ പട്ടാളക്കാരന്മാരായിരുന്നു. അവർ നല്ല യോഗ്യരാണ്. കായബലമുള്ള ആയോധന കലകൾ അഭ്യസിച്ച് മികവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ. കർത്താവിൻ്റെ മുമ്പിലേക്ക് പ്രവാചകൻ അവരെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനെയല്ല ഞാൻ രാജാവാക്കാൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. നീ ഇവൻ്റെ പൊക്കമോ തൂക്കമോ ഒന്നും നോക്കരുത്. യഹോവ ഹൃദയത്തെ നോക്കുന്നു. അങ്ങനെ ഇശ്ശായിയോട് ചോദിച്ചു, എടോ നിന്റെ മക്കളിൽ മിച്ചമുണ്ടോ വല്ലതും? അപ്പോൾ പറഞ്ഞു, ഒരുത്തനുണ്ട്, അവൻ ഇളയവൻ. ആ വാക്ക് കേട്ടാൽ അറിയാം, ഇളയവൻ. അവൻ വീട്ടിൽ വളർത്താൻ കൊള്ളാത്തവൻ എന്നത് അർത്ഥത്തിലാവാം, 8ാമത്തവൻ വെട്ടപിടിച്ചവൻ എന്ന അർത്ഥത്തിലാവാം. അങ്ങനെ അവൻ ആ കാട്ടിൽ അതിൻ്റെ ആട് മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൻ ആകെയുള്ളൊരു പണിയേ ഉള്ളൂ. ആളുകളെ കിട്ടാത്തത് കൊണ്ടാവാം കാട്ടിൽ ആ പാറമേൽ ഇരുന്നു കൊണ്ട് ആടുകളെയും വളച്ചിരുത്തി 10 കയ്യിലുള്ള വാതിർഥ്യം മീട്ടി പാട്ട് മാത്രമാണ് ഇവൻ്റെ പണി. അങ്ങനെ ആടിൻ്റെ മുമ്പിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഇടയച്ചെറുക്കനായ ദാവീദിനെ പിടിച്ച് കർത്താവ് കൊണ്ട് നിർത്തിയപ്പോൾ പറഞ്ഞു, അവനെ പിടിച്ച് രാജാവാക്കാൻ, ആട് മേയ്ക്കാൻ അറിയുന്നവനെ ആള് മേയ്ക്കാൻ ഉയർത്തിയ ഒരു ദൈവം. ഇതുപോലെയാണ് ഇവിടെ ഈ ഗിദെയോനെയും കർത്താവ് തെരഞ്ഞെടുത്തത് വ്യക്തം. അങ്ങനെ അവൻ്റെ സ്വന്തം ജീവിതത്തിലെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യം, തിരിച്ചറിവ് അവൻ്റെ ജീവിതത്തിലുണ്ടായി. തുടർന്ന് അവൻ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണ്. അവിശ്വാസം അവൻ്റെ മുമ്പിൽ ഉണ്ട്. അപ്പോഴും ആ വിശ്വാസത്തിലേക്ക് അവൻ വളരുന്നതിനു വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. പരിശുദ്ധനായ കർത്താവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ
കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ നടത്താറുണ്ട്. അബ്രഹാമിനെ കർത്താവ് ഇതുപോലെ നടത്തിയിട്ടുണ്ട്. അബ്രഹാം ലെഫ്റ്റ് ഹോം, ദൈവസന്നിധിയിൽ അബ്രഹാം ലെഫ്റ്റ് ഹിസ് ഹോം ടു ഫോളോ ഗോഡ്. ദൈവത്തെ അനുഗമിക്കാൻ കർത്താവ് വിളിച്ചപ്പോൾ അവനോട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ഭവനത്തെയും ഒക്കെ വിടണം, നീ നിന്റെ കൂടെ എൻ്റെ കൂടെ വരണം എന്ന്. ജോസഫ് വാസ് ത്രോൺ ഇൻ പ്രിസൺ ബിഫോർ റീച്ചിങ് ദ പാലസ്. അവൻ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ വാസ്തവത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ട ഒരു ഗതികേടുണ്ടായി. മോസസ് lived in exile before leading Israel. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ വഴി നടത്തുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ ഈ പ്രിയപ്പെട്ട മോശെ അവൻ പ്രവാസിയായി ജീവിക്കേണ്ടി വന്നു. ഡേവിഡ് fled for his life to the cave of Adullam. അദുല്ലാം ഗുഹയ്ക്കകത്ത് ഇവൻ ഒളിച്ച് ജീവിക്കേണ്ടി വന്നു, അവൻ രാജാവായി തീരുന്നതിന് മുമ്പ്, ബിഫോർ റീച്ചിങ് ദ കിങ് പാലസ്. അങ്ങനെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അട്രോസിറ്റീസ്, നമ്മുടെ ജീവിതത്തിൻ്റെ എതിരായ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മെ രൂപാന്തരപ്പെടുത്താനായി കർത്താവ് ഉപയോഗിക്കുന്ന സജീവ നിമിഷങ്ങളാണ്. അങ്ങനെ ഈ ഗിദെയോനെ കർത്താവ് പരീക്ഷണങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് പോയി. അവസാനം ദൈവമായ യഹോവ എന്ന് അവനോട് സംസാരിക്കുന്നവനെ കുറിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം അവൻ ഒരു ബലിപീഠമുണ്ടാക്കി. ബലിപീഠം ഒരുക്കി കഴിഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിൽ സാന്നിധ്യമുണർന്നു. ദൈവം തൻ്റെ ആരാധനയെ സ്വീകരിച്ചു. ബലിപീഠത്തിൽ അവൻ ആരാധന നടത്തിയതോടെ ദൈവവും ഗിദെയോനും തമ്മിലുള്ള ബന്ധം മാറി. ദൈവമായ കർത്താവ് അവനെ നേരത്തെ സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി. തുടർന്ന് 25-ാം വാക്യം വായിച്ചാൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചു എന്നാണ്. അതുവരെയും കൽപ്പനകളൊന്നും നൽകിയില്ല. എന്നാൽ ആരാധന കഴിച്ചതോടുകൂടി ഈ പ്രിയപ്പെട്ട ഭക്തനായ ഗിദെയോനോട് ആജ്ഞകൾ കർത്താവ് നൽകാനായിട്ട് തുടങ്ങി. ദൈവം ആജ്ഞാപിച്ചത് ആരാധിച്ചപ്പോഴാണ്. അതുകൊണ്ട് അപകടം നിങ്ങൾ ശ്രദ്ധിക്കണം. ആരാധിക്കുമ്പോൾ ആജ്ഞാപിക്കും കർത്താവ്, നീ ഇന്നതേ ചെയ്യാവൂ, ഇന്ന വഴിക്കേ പോകാവൂ, നീ ദൈവപൈതലാണ്, ആരാധിച്ചവനാണ്, ഞാനുമായിട്ടുള്ള നിന്റെ ബന്ധം വ്യത്യസ്തമാണ്, നാട്ടുകാർക്കുള്ളത് പോലെയല്ല ഈ വീട്ടുകാർക്കുള്ള ബന്ധം എന്ന് കർത്താവ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആണ് ആജ്ഞാപിക്കാറുള്ളത്. അങ്ങനെ ഗിദെയോൻ യാഗമർപ്പിച്ച് ദൈവസന്നിധിയിൽ ആരാധന നടത്തിയതോടെ ആരാധിച്ച ആ ഭക്തനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി തീർന്നു. അങ്ങനെ കർത്താവ് അവനോട് ആജ്ഞാപിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അബ്രഹാം ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ച് ആരാധിച്ചപ്പോൾ ദൈവമായി കർത്താവിൻ്റെ കോപം അവൻ്റെ മേൽ വന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നല്ല മൃഗങ്ങളെയൊക്കെ നേരെ നിയമപ്രകാരം പിളർന്ന് ബലിപീഠത്തിൽ കർത്താവ് തീയിറക്കി ദഹിപ്പിക്കും എന്ന് കാത്തിരുന്നു. വൈകുന്നേരം വരെയും കർത്താവ് ഇറങ്ങി വന്നില്ല, തീയും വന്ന് കത്തിയിച്ചില്ല. എന്നാൽ കൊച്ചു പറവകൾ 3 അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. നിയമമൊന്നും ശ്രദ്ധിക്കാതെ ഈ വലിയ അഗ്നി വന്ന് പിളർന്നു വെച്ചിരിക്കുന്ന മൃഗങ്ങളെയൊക്കെ ഭസ്മീകരിക്കുമ്പോൾ ഈ കിളികളെ കൂടെ അവൻ തിന്നുകൊള്ളും, ഭക്ഷിച്ചുകൊള്ളും, തീ കൊണ്ട് ദഹിപ്പിച്ചുകൊള്ളും എന്നായിരുന്നു ഈ പ്രിയപ്പെട്ട അബ്രഹാമിൻ്റെ ബോധ്യം. കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനു വേണ്ടി ഉത്സാഹത്തോടെ തയ്യാറായി നിൽക്കുന്ന ദൈവവിളി കേട്ട അബ്രഹാം തൻ്റെ സ്വന്തം ജീവിതം അവിശ്വസ്തത കാണിച്ച് ദൈവത്തെ ആരാധിച്ച കാരണത്താൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്താനം 400 വർഷത്തിനപ്പുറം അന്യനാട്ടിൽ ചെന്ന് മറ്റുള്ളവരെ സേവിക്കേണ്ടി വരുമെന്ന്. 400 എന്നത് കർത്താവ് ഒരിക്കൽ കൂടെ തിരുത്തി ഒരു തലമുറയെ കൂടെ നീട്ടി 430 വർഷം അവൻ ദൈവജനത്തെ അത്ഭുതകരമായി പീഡനത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്തവനെ ശുദ്ധരാക്കി തീർത്തു എന്ന് നാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനു വേണ്ടി വിളിയും കേട്ട് പുറപ്പെടുകയായിരുന്നു മോശെ പോകുന്ന വഴിക്ക് അതുവരെയും സ്നേഹിതനെ പോലെ സംസാരിച്ചുകൊണ്ടിരുന്ന കർത്താവ് ഒരു കോപിഷ്ഠനായി എതിരെ ഇറങ്ങി വരുന്ന കാഴ്ച തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സിപ്പോറ കണ്ടു. സിപ്പോറ നോക്കിയപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. താൻ ദൈവസന്നിധിയിൽ ഉടമ്പടി ബന്ധത്തിൽ ഉൾപ്പെട്ട് ആൺ സന്താനമെല്ലാം അവരുടെ ലിംഗാഗ്രം പരിച്ഛേദന ചെയ്ത് ശരീരത്തിൽ അവർ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടവരെന്നൊരു അടയാളം കർത്താവിൻ്റെ നാമത്തിൽ അബ്രഹാമിൻ്റെ തലമുറ വരെ കർത്താവ് കൽപ്പിച്ചിരുന്ന വാഗ്ദത്തം അനുസരിച്ച് ചെയ്യണമെന്ന് നിശ്ചയമുണ്ടായിരുന്നു. എന്നാൽ അത് മോശെ ചെയ്തില്ല. മോശെ തൻ്റെ മക്കളെ പരിച്ഛേദന കഴിക്കാൻ ദൈവവേല ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ കർത്താവ് സ്നേഹിതനെ പോലെ
പോലെ സംസാരിച്ചവൻ കോപിഷ്ഠനായി അവനെ അഭിമുഖീകരിച്ചു. ഇത് തിരിച്ചറിഞ്ഞ സിപ്പോറ മനസ്സിലാക്കി ദൈവമായ കർത്താവ് അവനെ എതിരെ കോപത്തോടെ കൊല്ലാൻ കണക്കിന് വരുന്നു എന്ന ഭാവം കണ്ടപ്പോൾ സിപ്പോറ നിയമമൊന്നും പരിശോധിച്ചില്ല, ആളെ ആരെയും വിളിക്കാനും സമയം കളഞ്ഞില്ല. അവൾ ചെന്ന് കരിങ്കല്ല് കൊണ്ടുള്ള കത്തി ഉണ്ടാക്കി, കത്തിയെടുത്ത് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ലിംഗാഗ്രം പരിച്ഛേദന ചെയ്ത് കർത്താവ് എത്തിച്ചേരുന്നതിന് മുമ്പേ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലേക്ക് വിളിച്ച് എറിഞ്ഞു കൊടുത്തിട്ട് അവൾ പറഞ്ഞു, നീ ഇന്ന് എൻ്റെ രക്തമണവാളൻ. അങ്ങനെ കർത്താവ് പറയുന്നു, ഭക്തിപുരസ്സരം ജീവിക്കുന്നത് കൊള്ളാം, പക്ഷേ അനാവശ്യമായ ജീവിതങ്ങളൊക്കെ വെട്ടിക്കളയേണ്ടതുണ്ട് എന്ന്. കർത്താവ് പിന്നെ പറഞ്ഞു, നീ വീട്ടിലേക്ക് ചെല്ലണം, നിന്റെ അപ്പൻ്റെ ബലിപീഠം ഇടിക്കണം, നല്ലൊരു ആരാധന നിന്റെ വീട്ടിലുണ്ടാകണം, സത്യസന്ധമായ ആത്മീയ ജീവിതം, പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതം നിന്റെ ജീവിതത്തിലുണ്ടാവണം. അതിനുവേണ്ടി നീ ആദ്യം നിന്റെ വീട്ടിൽ ചെല്ലണം. നിന്റെ അപ്പൻ്റെ കാളവണ്ടിയിൽ 2 കാളയുണ്ടല്ലോ, അതിൽ ജൂനിയർ കാള, 7 വയസ്സുള്ള കാള, അടിമത്തം 7 വർഷമായിരുന്നല്ലോ, ആ 7 വർഷവും അടിമത്തത്തിൽ ജീവിച്ചിരുന്ന കാളയെ നീ എടുത്തുകൊണ്ടുവന്ന് ഈ ബലിപീഠത്തിൻ്റെ നെറുകയിൽ അശേര പ്രതിഷ്ഠ, തടി കൊണ്ട് നിർമ്മിച്ച പ്രതിഷ്ഠ, അതിനെയൊക്കെ പൊളിച്ച് അടുക്കി അതിൻ്റെ പുറത്ത് ഈ ദുർഗത്തിൻ്റെ മീതെ വിറകടുക്കി അതിൻ്റെ പുറത്ത് കാളയെ ബലി കഴിക്കണം എന്ന്. എന്തുകൊണ്ടാണ് കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞത്? ഗിദെയോനോട് കർത്താവ് പറഞ്ഞത്, ഫസ്റ്റ് വി മസ്റ്റ് സെറ്റ് അവർ ഹൗസ് ഇൻ ഓർഡർ. ആദ്യം നമ്മുടെ വീട് നേരെയാവണം, ക്രമമാവണം, ആത്മീയത നേരെയാവണം. ദൈവസാന്നിധ്യത്താൽ അവൻ്റെ ജീവിതം പുനഃക്രമീകരിക്കപ്പെടണം. വിശ്വാസത്താൽ കർത്താവ് ഗിദെയോനോട് പറഞ്ഞത് പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവൻ വളരെ കാര്യമായത് ചെയ്യാൻ തീരുമാനിച്ചു. കർത്താവ് ഇത് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കർത്താവ് പറയുന്നു, പ്രൈവറ്റ് ഫെയ്ത്ത്ഫുൾനെസ് ഈസ് എ പ്രീറെക്വിസിറ്റ് ടു പബ്ലിക് യൂസ്ഫുൾനെസ്. പൊതുവായി ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ സ്വകാര്യമായി നാം ജീവിതത്തിൽ സമർപ്പണമുള്ളവരായി മാറണം. കർത്താവ് ഇത് വിശ്വാസയോഗ്യമാക്കി തീർക്കണം. നമ്മുടെ ജീവിതം രഹസ്യങ്ങളൊക്കെ ശരിയായാൽ പരസ്യമായി കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ ഒരുക്കമുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ഗിദെയോൻ തുടർന്ന് ദൈവസന്നിധിയിൽ ഈ ആരാധനയൊക്കെ ശരിയായപ്പോൾ, അവൻ്റെ ആത്മീയ ബന്ധം ദൈവവുമായി നേരെയായപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. പ്രാർത്ഥിച്ചപ്പോഴും ഉപവസിച്ചപ്പോഴുമല്ല പരിശുദ്ധാത്മാവ് വന്നത്. ഇവിടെ പറയുന്നു, അവൻ്റെ ആരാധന നേരെയായപ്പോൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോൻ്റെ മേൽ വന്നു. എപ്പോൾ വന്നു? അവൻ്റെ ഭവനം നേരെയായപ്പോൾ, അവൻ്റെ കുടുംബജീവിതത്തിൽ നന്മയുണ്ടായപ്പോൾ, അവൻ്റെ ആരാധനകളൊക്കെ ചൊവ്വയായപ്പോൾ, ആരാധനയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ. ഇത് അറിഞ്ഞിട്ട് പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും വന്ന് ഗിദെയോൻ്റെ അപ്പൻ യോവാശിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആരാധിച്ചിരുന്ന ഈ ആരാധന കേന്ദ്രം തകർത്തത് നിൻ്റെ മകനല്ലാതെ മറ്റാരുമായിരിക്കില്ല, അവനെ മുമ്പേ കൊണ്ടുവരണം, കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. ഉടനെ അപ്പൻ മാനസാന്തരപ്പെട്ടു. അപ്പൻ പറഞ്ഞു, അങ്ങനെ ബാലാണ് ന്യായം വിധിക്കേണ്ടത്, നിങ്ങളല്ല ദൈവത്തിൻ്റെ വക്കാലത്തെടുക്കേണ്ടത്. അങ്ങനെ ഈ അപ്പൻ ഇത് കണ്ടപ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നു. കർത്താവ് ലൂക്കോസ് 19 പറഞ്ഞത് സത്യമാണ്. കർത്താവ് പറഞ്ഞു, സക്കായിയെ, നീ ഒരുത്തൻ നന്നായാൽ നിന്റെ വീടിന് രക്ഷ വന്നു, നിന്റെ വീട് മുഴുവൻ രക്ഷിക്കപ്പെടും. നിന്റെ വീട് മുഴുവൻ നീ നന്നാവാത്തത് കൊണ്ടാ, അല്ലാതെ നിന്റെ അപ്പനെയും അമ്മയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുതിയ വർഷത്തിൽ നീ നന്നാവണമെങ്കിൽ നീ നന്നായാൽ മതി, നിന്റെ വീട് മുഴുവൻ നന്നാകും. അങ്ങനെ ഈ ഗിദെയോൻ ദൈവ മകനായി മാറിയപ്പോൾ അവൻ്റെ അപ്പൻ രൂപാന്തരപ്പെട്ടു. അവൻ്റെ സ്നേഹം ദൈവത്തിലേക്ക് തിരിച്ചു വന്നു. ഈ പ്രിയപ്പെട്ട കർത്താവ് തുടർന്ന് ഗിദെയോനെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ കാഹളമൂതി വിളിച്ചപ്പോൾ 32,000 പേർ വന്നു. 32,000 നോക്കി കർത്താവ് പറഞ്ഞു, ഈ ആളുകളെ ഒന്നും എനിക്ക് ആവശ്യമില്ല, പേടിയുള്ളവനൊക്കെ വീട്ടിലേക്ക് പോകാൻ. 22,000 പേർ തിരികെ പോയി. അടുത്ത അവശേഷിച്ച 10,000 നോക്കി പറഞ്ഞു കർത്താവ്, ഇവരെ കൊണ്ടുപോയി എനിക്ക് യുദ്ധത്തിൽ വിജയം വേണ്ട, കാരണം വിജയിച്ചിട്ട് വരുമ്പോൾ അവർ വീണ്ടും പഴയ സ്വഭാവം കാണിക്കും, ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് ഈ വിജയമുണ്ടായത് എന്ന്. അതുകൊണ്ട് ഇതിൽ ഒരു സെലക്ഷൻ നടത്താൻ നീ ശ്രമിക്കാൻ ഞാൻ നിന്നോട് പറയുന്നു. ആറ്റിൽ ഈ 10,000 പേരെയും കൊണ്ട് നിരത്തി നിർത്തുക, അതിൽ നിന്നും ആളുകളോട് വെള്ളം കുടിക്കാൻ പറയുക. ആളുകൾ വെള്ളം കോരി കുടിച്ചു. ചില ആളുകൾ മടമടാന്ന് കുടിക്കുകയാണ്, മറിഞ്ഞു കടന്ന് ആളുകൾ. ചിലർ വളരെ സ്റ്റാൻഡേർഡായിട്ട് വെള്ളം കുടിച്ചു. കുറേ ആളുകൾ 2 വിഭാഗമായി തിരിയത്തക്കവണ്ണം വെള്ളം കൂടി നടത്തി. 9,700 പേർ കമന്ന് കടന്ന് കൈയൊന്നും തൊടാതെ ഈ വെള്ളത്തിൽ നിന്നും വലിച്ചു കുടിക്കുകയാണ്, പോത്ത് കുടിക്കുന്നത് പോലെ.
300 ആളുകൾ മാത്രം പട്ടി കുടിക്കുന്നത് പോലെ വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ ശബ്ദം കേൾക്കാൻ പാടില്ലെന്നതാണ് വ്യവസ്ഥ. ആ വെള്ളം കുടി ഇവിടെ ശബ്ദം കേൾപ്പിച്ചാണ് കുടിച്ചത്. സാധാരണ വെള്ളം കുടിക്കുന്നത് പട്ടി നാവ് ഇങ്ങനെ ചുഴറ്റി ഈ സ്പൂൺ എടുക്കുന്നത് പോലെ വളച്ച്, നമ്മൾ പ്ലാവില കോട്ടി കഞ്ഞി കുടിക്കുന്നത് പോലെ, ഏതാണ്ട് കപ്പ് പോലെ ഈ സ്പൂണ് പോലെ നാവ് വളച്ചിട്ട് ഈ വെള്ളം കോരി അടിക്കുകയാണ് അകത്തോട്ട്. അതുകൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത്. ഈ പട്ടി കുടിക്കുന്നത് പോലെ വെള്ളം കുടിച്ച ആളുകളെ നോക്കി 9700 സ്റ്റാൻഡേർഡായി വെള്ളം കുടിച്ച കുടിയന്മാരെല്ലാവരും കൂടെ തിരിച്ച് കളിയാക്കി കാണും. ഈ കുടിയന്മാരുടെ അംഗം കൂടുതലായിരുന്നു. ചില ആളുകൾക്ക് വീടുകൾ മുഴുവൻ ബാറാണ്. ഇങ്ങനെ കുടിയോട് കുടിയായിരിക്കുന്ന 9700 കുടിയന്മാരോട് കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെയും ആവശ്യമില്ല, വീട്ടിൽ പോകും. എന്നിട്ട് വെള്ളം നേരെ ചൊവ്വേ കുടിക്കാൻ അറിയാതെ ഈ 300 പേരെ കൊണ്ട് ഗിദെയോൻ യുദ്ധം നടത്തി. ദൈവമായ കർത്താവ് അവർക്ക് വിജയം നൽകി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വീട്ടിലോട്ട് പോകുമ്പം യുദ്ധം നടത്താനല്ല കർത്താവ് നമ്മെ ആവശ്യപ്പെടുന്നത്. ഒരു ആത്മീയ യുദ്ധം ദൈവസന്നിധിയിൽ നമ്മെ നടത്താനാണ് വിളിച്ചിരിക്കുന്നത്. എന്താണ് ഈ യുദ്ധത്തിൽ? നമുക്ക് ആയുധങ്ങളാണുള്ളത്. മാംസരക്തങ്ങളോടല്ല നമുക്ക് പയറ്റ് നടത്താനുള്ളത്. സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും ദുരാത്മശക്തിയോടും ഈ ലോകത്തെ മുഴുവൻ മലിനപ്പെടുത്തുന്ന മൂല്യ തകർച്ചയ്ക്ക് കാരണമായ വ്യവസ്ഥിതികളോടുമാണ് ഇന്ന് നമുക്ക് പോരാട്ടമുള്ളത്. ഈ പോരാട്ട ലോക ജീവിത യാത്രയിൽ ഈ വഴി മാത്രം ഈ വർഷം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാൻ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ സകല ആളുകളെയും കർത്താവ് ശക്തിയോട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം ഗിദെയോന് വിജയമുണ്ടായതോടെ അവസാനം വരെ അവൻ നിലനിന്നില്ല എന്നതൊരു ദുഃഖ സത്യം. അവസാനം അവനൊരു ഏഫോദ് തൻ്റെ വീട്ടിനടുക്കൽ ഉണ്ടാക്കി വെച്ചു. ഏഫോദ് ഈ വലിയ പുരോഹിതൻ്റെ കുപ്പായത്തിനകത്ത് ഊരീമും തുമ്മീമും എന്ന് പറയുന്ന ഒരു സഞ്ചിക്കകത്തിട്ടിരിക്കുന്ന 2 കട്ടകൾ ഉണ്ടാക്കി അവൻ ലക്ഷണം നോക്കാൻ, പുരോഹിതൻ കാര്യങ്ങളൊക്കെ വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ലക്ഷണം നോക്കുന്ന സൂത്രം എടുത്ത് കെട്ടിത്തൂക്കി. എന്നിട്ട് ആളുകളോട് പറയുന്നു, ഇതിനകത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്ന ഒരു സാധനമുണ്ട്, വന്ന് തൊഴാൻ, ആരാധിക്കാൻ. അങ്ങനെ ജനം വന്നു. ആളുകൾ കൂടി വന്ന് പരസംഗം ചെയ്തു, പരസ്യമായി പാപം ചെയ്ത് അന്നത്തെ ലോകത്തിൻ്റെ ആരാധന ഇവൻ്റെ ആരാധനയിലേക്ക് തിരിച്ചു വന്ന് ജനം വീണ്ടും ഭിന്നാഭിന്നമായി അകൃത്യം ചെയ്ത് ജീവിതത്തെ അധപ്പതനത്തിലേക്ക് നയിച്ചു. ദൈവത്തെ ആരാധിക്കുമ്പോൾ സൂക്ഷിക്കണം, ആത്മീയതയിൽ നിന്നും വഴിപിഴക്കാതെ ജീവിതം സൂക്ഷിക്കണം. വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, നാം പിന്നെ ദൈവമാകാൻ ശ്രമിക്കരുത്, ദൈവമായി പോകാൻ ശ്രമിക്കരുത്. അവർ വെറും വസ്തുവിനെ ആരാധിച്ചു തുടങ്ങി, ജീവിക്കുന്ന ദൈവത്തെ മറന്നു കളഞ്ഞു. ഗിദെയോൻ്റെ ജീവിതം അങ്ങനെ അവസാനിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഈ ദിവസം രാത്രി ഒരു സമർപ്പണമുണ്ടാകട്ടെ. ആ ദിവസം സന്തോഷമുള്ള ഒരു സമർപ്പണത്തിൻ്റെ ദിവസം. കർത്താവേ, ഞാൻ ബലഹീനൻ, എൻ്റെ ജീവിതം നിനക്ക് വേണ്ടിയുള്ളത്. ഞാനൊരു ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരനുഭവം കൂടെ ഞാൻ പറയട്ടെ. 7 ദിവസം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഭക്ഷണം മുഴുവൻ ഉപേക്ഷിച്ച് ഒരു കടൽ തീരത്ത്. ഇപ്പോഴും പ്രസംഗിക്കുന്നതിനൊക്കെ മുമ്പ് പരമാവധി ദിവസം അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വരാറുള്ളത്. ഈ കടലിൻ്റെ തീരം എൻ്റെ വീട്ടിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ്. കന്യാകുമാരിയിൽ 10 കിലോമീറ്റർ ഇപ്പുറത്തൊരു സ്ഥിരം പ്രാർത്ഥിക്കാനൊരു കൊച്ചു വീട് എടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാണെന്നറിയാമോ? ഉപദേശിയായത് 1989 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഉപവാസം. 12 ആളുകൾ എന്നോടൊപ്പം ഉണ്ടെങ്കിലും അപ്രാവശ്യം ഞാൻ മാത്രമായിരുന്നു ഉപവാസം. പ്രാർത്ഥനയുടെ രാത്രി 8:30 മണി കഴിഞ്ഞതോടെ ദൈവാത്മാവിൻ്റെ ഒരു അനുഭൂതി എൻ്റെ ജീവിതത്തിൽ വന്നു. ആ അനുഭൂതിയുടെ സന്തോഷം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതല്ല. ആരുടെയും പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴല്ല ഈ ആത്മാവിൻ്റെ നിറവുണ്ടായത്. ഒറ്റയ്ക്ക് ഒരു മണൽക്കൂനയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ. അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു അനുഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ ഈ ശക്തിയേറിയ അനുഭൂതി എൻ്റെ ജീവിതത്തിൽ വന്നു. വാക്കുകൊണ്ട് വിവരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സന്തോഷം. ഈ സന്തോഷം വന്നതോടെ ആദ്യം ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ ഞാൻ കണ്ണട വയ്ക്കുന്നയാളായിരുന്നു.
ഈ കണ്ണട വയ്ക്കുന്ന എൻ്റെ കണ്ണുകൾക്ക് ഇടത് കണ്ണിന് കുറച്ച് കൂടുതൽ കാഴ്ചക്കുറവും വലത് കണ്ണിൽ ഒരു കുറച്ച് കാഴ്ചക്കുറവുണ്ടായിരുന്നു. സാറന്മാർ ബോർഡിൽ എഴുതുമ്പോൾ ഞാൻ കുറച്ചുകൂടെ മുമ്പിൽ നിന്ന് എഴുതിയെടുക്കാറുണ്ടായിരുന്നുള്ളൂ, കാഴ്ചയില്ലാതെ. അങ്ങനെ ദരിദ്രനായിപ്പോയി എനിക്കൊരു ടീച്ചർ കണ്ണട വെച്ച് വാങ്ങിത്തന്നതാണ്. ആ കണ്ണട വെച്ച് പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ സഭാ ശുശ്രൂഷകനായി 3 വർഷത്തിന് ശേഷം ഉപവസിച്ച് പ്രാർത്ഥിച്ച രാത്രിയിൽ ആത്മാവിൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഞാനിന്ന് നിങ്ങൾ കാണുക കണ്ണടയില്ലാതെ ഈ കൊച്ചക്ഷരമുള്ള വേദപുസ്തകം വായിച്ചത് ഈ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ്. ഈ കർത്താവ് ഈ 56-ാമത്തെ വയസ്സിലും എൻ്റെ കണ്ണിന് കാഴ്ച നൽകി. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി അപ്പുറത്തോട്ട് എന്ത് സംഭവിക്കും എന്നറിയത്തില്ല. ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ സന്ദർശിക്കട്ടെ, സൗഖ്യമാക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. ആമേൻ.